ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് 5 കൊല്ലം ലോ കോളേജിൽ പോയി പഠിച്ചിട്ട് വക്കീല് ആയി. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം അല്ലെങ്കിൽ ആ ഒരു മേഖല എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം തല്ലി പഠിപ്പിച്ചത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് പഠിക്കാതെ ഞാനൊരു ഡോക്ടറായി എന്നുള്ളതാണ്. കാരണം ഈ ബാറ്ററി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടി. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഫാസ്റ്റസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഏറ്റവും വേഗതയേറിയ റിസൾട്ട് കിട്ടിയത് ഒരുപക്ഷെ എനിക്കായിരിക്കും. കാരണം എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ച് എന്റെ ബ്രെയിനിന്റെ നെർവ് ഡാമേജ് ആയിപ്പോയി. എന്റെ തലച്ചോറ് അതിന് ഒരു വശം ചതഞ്ഞു പോയതാണ്. ആ ഒരു പ്രോഡക്റ്റ്, ഈ കയ്യിൽ കെട്ടിക്കുന്ന ബാൻഡ്, ഈ ബാൻഡ് മാത്രം നെറ്റിയിൽ കെട്ടി വെറും 8 മണിക്കൂർ കൊണ്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതാണ്. അതിനുശേഷം ഞാൻ ഈ പ്രോഡക്റ്റ് 2 ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഇതേ കയ്യില് ബാൻഡ്, ആ ഒരു ബാൻഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ഇതൊന്നുമല്ല. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് 2-3 പ്രാവശ്യം ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. പൊതുമധ്യത്തിൽ, പൊതുസ്ഥലത്ത് 3 പേര് കുഴഞ്ഞു വീണിട്ട് ആ 3 പേരെയും എനിക്ക് ഈ ഒരു ബാൻഡ് എന്റെ കയ്യിൽ കെട്ടി രക്ഷിക്കാൻ പറ്റിയ ആളാണ്. 4 കൊല്ലം പാരലൈസ് ആയി പോയ ഒരാൾക്ക് 6ാമത്തെ ദിവസം എഴുന്നേറ്റ് നടക്കാൻ ഇത് ഭാഗ്യം ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഇത് ചെയ്യാൻ വേറൊന്നുമല്ല, എനിക്കൊരു പ്രേരണ വന്നത് എന്റെ റിസൾട്ട് കൊണ്ട് മാത്രമല്ല. ഒരു 82 വയസ്സുള്ള ഒരു അങ്കിള് ഇവിടെ ലാൻഡ്മാനിലാണ്. വീണ് കഴിഞ്ഞപ്പോൾ ആള് സ്ട്രോക്ക് വന്ന് തളർന്നു വീണിട്ട് 15ാമത്തെ ദിവസം അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇത് റിസൾട്ട് വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് തോന്നി. ഞാൻ ആൻഡമാനിൽ പോയി, എന്റെ ടീം അവിടെയായിരുന്നു. അപ്പൊ ഞാൻ ആൻഡമാനിൽ പോയി അദ്ദേഹത്തെ കണ്ടപ്പോ നടക്കുന്നതൊക്കെ കണ്ടു. എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടൊരു വാക്കാണ്, മാഡം, ഞാൻ വീട് കിടന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ സ്ട്രോക്ക് വന്ന് കിടന്നപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായത് ഞാൻ എത്ര പേർക്ക് ബുദ്ധിമുട്ടാണെന്നാണ്. കാരണം ഞാൻ മൂലം എന്റെ മക്കൾക്ക് ഞാനൊരു ബുദ്ധിമുട്ട്, എനിക്ക് എന്റെ മക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്. കാരണം എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും എന്റെ മക്കൾ എന്റെ അടുത്തിലാണ്. എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം, എത്ര രക്തബന്ധമാണെന്ന് പറഞ്ഞാലും കൊള്ളാം, കുറെ കഴിയുമ്പോൾ അവരും പ്രാകും അല്ലെങ്കിൽ അവരും പ്രാർത്ഥിക്കും എന്റെ അച്ഛനൊന്ന് മരിക്കണേന്ന്. ഞാനും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയായിരുന്നു. എന്റെ മക്കൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാകാതെ പിന്നെ ഒന്ന് ഇവിടുന്ന് എടുക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് എന്റെ കയ്യിൽ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങി ഞാൻ എഴുന്നേറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇത് ദൈവമാണെന്നാണ്. അപ്പൊ ആ ഒരു അങ്കിൾ സംസാരിച്ചപ്പോൾ എന്റെ മനസ്സിൽ കരുതിയത് നമുക്ക് ചുറ്റും എത്ര വീടുകളിൽ ഇതുപോലത്തെ ഇത് അസുഖങ്ങളുള്ള ആൾക്കുള്ള പ്രോഡക്റ്റ് അല്ല. പക്ഷെ ഞാൻ പറയുന്നത് അസുഖമില്ലാത്ത ആൾക്കാർക്കാണ് നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യേണ്ടത്. കാരണം ഇന്ന് നിലവിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ തിരിച്ച് ആംബുലൻസിലാണോ നടന്നാണോ വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടായി കഴിഞ്ഞാല് നമ്മള് ഡെഫിനറ്റ് ആയിട്ടും ഇത് വേറൊരാളിലേക്ക് ഷെയർ. ഇതെന്തിനാ കെട്ടണമെന്ന് ചോദിക്കും പല ആൾക്കാർ. ഇതൊന്ന് GPS ഘടിപ്പിച്ചേക്കാണെന്നൊക്കെ ചോദിക്കണം. ഭർത്താവ് എന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചോദിച്ചതാണ്. ഭർത്താവ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് GPS ഘടിപ്പിച്ചേക്കണം, അതല്ല. പക്ഷെ ഇത് ഞാൻ പറയണത് എനിക്ക് വീടെത്തുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ കെട്ടിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മേടിച്ച ആൾക്കാർ വരെ എനിക്ക് അറിയാവുന്നതാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഈ ബാറ്റോരത്തിൽ കൂടെ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.